എന്തായാലും നമുക്ക് ഇനി ഇപ്പൊ ചേച്ചിയുടെ പാട്ട് കേട്ടു, ഒരു കുട്ടി കവിതയൊക്കെ കേട്ടു. ഇനി നമുക്ക് ഈ പാട്ട് എന്ന് പറയുമ്പോൾ അതിന് വയലിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വയലിൻ വായിക്കുന്ന ആളുകളോട് നമുക്ക് എല്ലാവർക്കും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കാരണം അത്ര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റും കേൾക്കാൻ സുഖമുള്ള ഒരു ഇൻസ്ട്രുമെന്റുമാണ് വയലിൻ. അപ്പൊ ഇന്ന് നമ്മുടെ പെർഫോമർ ആയിട്ട് വരാൻ പോകുന്ന ഒരു മിടുക്കി നല്ലൊരു വയലിനിസ്റ്റ് ആണ്. ഈ റെഡ് കാർപ്പറ്റിന്റെ വേദി കുറച്ചും കൂടി സംഗീതത്തിന്റെ ഒരു അന്തരീക്ഷം നിറയ്ക്കാനായിട്ട് ആ കുട്ടിയെ സ്വാഗതം ചെയ്യാണ്. സോ ലെറ്റ്സ് വെൽക്കം മീനാക്ഷി. സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ മീനാക്ഷിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുമായിരുന്നു ഒരു മിടുക്കിയായിട്ടുള്ള വയലിനിസ്റ്റ് ആണ് എന്നുള്ളത്. പക്ഷെ വയലിൻ മാത്രമല്ല, കൂട്ടത്തിൽ കർണാട്ടിക് മ്യൂസിക്കും അല്ലെ വോക്കൽ ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതായത് ഈ വയലിനിലേക്ക് എത്തിപ്പെട്ടതും അതുപോലെ ഏത് വയസ്സ് മുതലാണ് പഠിച്ചു തുടങ്ങിയത്? എൻ്റെ ഫാമിലി ഒരു മ്യൂസിക് ഫാമിലിയാണ്. ശരി. അപ്പം എൻ്റെ അപ്പൂപ്പൻ്റെ ചിറ്റപ്പൻ തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൂപ്പൻ കടമന്റെ വാസയം പിള്ള ഒരു പടയണി ആചാര്യനാണ്. കടമനട്ടയാണ് നാട്, പത്തനംതിട്ടയാണ്. കൊല്ലത്താണ്. ഇപ്പൊ താമസിക്കുന്ന കൊല്ലത്ത്. അച്ഛൻ മൃദംഗിസ്റ്റാണ്, കൂടാതെ ഹയർ സെക്കൻഡറി അധ്യാപകനുമാണ്. ചിറ്റപ്പനും സിംഗറാണ്. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും മ്യൂസിക്കിലുണ്ട്. അത് ശരി. എന്തായാലും മ്യൂസിക് ഫാമിലിയാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു പ്രസക്തി ഇല്ല. ഇപ്പൊ മീനാക്ഷി എന്ത് ചെയ്യുന്നു? കാരണം സംസാരത്തിൽ ഭയങ്കര ഒരു മെച്യൂരിറ്റി കൂടി നിൽക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഡിഗ്രി? MSc സെക്കൻഡ് ഇയർ ആണ്. ഏതാണ് സബ്ജക്ട്? ഫിസിക്സ്. അതിന്റെയാണ്. ആ ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ടാണ് ഒരു ഗൗരവം വരുന്നത്. അപ്പൊ ഇത് ഇപ്പം അങ്ങനെ ഫിസിക്സ് മതി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മതി എന്തെങ്കിലും തോന്നാൻ കാരണമുണ്ടോ? ഒന്ന് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അപ്പം എനിക്ക് ഫിസിക്സ്, എനിക്ക് കോസ്മോളജി, ആസ്ട്രോണമി അത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഫിസിക്സ് എടുത്തു, പിന്നെ മ്യൂസിക് പാഷനായിട്ട്. എന്തായാലും അതൊരു ഈ ഫിസിക്സ് പഠിക്കാന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചാണ്. മൊത്തം അതും ഇത് ഇക്വേഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ സംഗീതമാണ് എനിക്ക് തോന്നുന്നു മീനാക്ഷി ഒന്ന് തണുപ്പിക്കുന്നത്. ഇപ്പൊ മീനാക്ഷി ഒറ്റ മോളാണോ? അല്ല, അനിയനുണ്ട്. അനിയനും പാട്ടുണ്ടോ? ഇല്ല, അവൻ ചെസ്സായിരുന്നു. ഇന്റർനാഷണൽ റേറ്റിംഗ് ആണ്. വയലിൻ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സ്, ചെസ് അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോ എന്തായാലും നമുക്ക് അതായത് പാട്ട് പാടും എന്ന് കേട്ട സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു വരി. ഓക്കെ, യെസ്. കണ്ണുക്കുൾ പൊത്തി വൈപ്പേൻ എൻ ചെല്ല കണ്ണനേവ തിതിത്തതൈജത്തിക്കുൾ എന്നോട് ആടവാവ അടിക്കടി ഉന്നെ പിടിക്ക ഞാൻ മன்றாடிட ഇടപ്പുറം വിരൽ മടക്കി നീ ടുകാടിട എൻ കണ്ണനേ വാടാവാ വിഷമ കണ്ണനേ വാടാവാ. കണ്ണുക്കുൾ പൊത്തി വൈപ്പേൻ എൻ ചെല്ല കണ്ണനേവ തിതിത്തതൈജത്തിക്കുൾ എന്നോട് ആടവാവ അടിക്കടി ഉന്നെ പിടിക്ക ഞാൻ മன்றாடிட ഇടപ്പുറം വിരൽ മടക്കി നീ ടുകാടിട എൻ കണ്ണനേ വാടാവാ വിഷമ കണ്ണനേ വാടാവാ. തകർത്തു, അടിപൊളി. ശരി, ഇനി നമുക്ക് അച്ഛനാണ് കൂടെ വന്നിരിക്കുന്നത്. അച്ഛനെ പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ പേര്? എന്റെ പേര് മനു എന്നാണ്. മനു. അപ്പോ ചേട്ടൻ മൃദംഗ, അതായത് ടീച്ചറാണല്ലേ? ടീച്ചറാണ്. അതിന്റെ കൂടെ മൃദംഗം പാഷനായിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പൊ മീനാക്ഷി പറഞ്ഞത്. എത്ര വയസ്സിലാണ് പഠിച്ചു തുടങ്ങിയത് മൃദംഗം? 8 വയസ്സിൽ തുടങ്ങി. 8 വയസ്സിൽ തുടങ്ങി. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? എന്റെ സബ്ജക്ട് മാത്സ് ആണ്. അത് എന്റെ അച്ഛൻ മാത്സ് അധ്യാപകനാണ്, അമ്മ മാത്സ് ടീച്ചറാണ്, സഹോദരി മാത്സ് ടീച്ചറാണ്, ഞാൻ മാത്സ് അധ്യാപകനാണ്, ബ്രദർ സംഗീതമാണ്. ഞാൻ ചേട്ടനെ കണ്ടപ്പോ സത്യത്തിൽ വിചാരിച്ചു മലയാളം മാഷാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്റെ കണക്കുകളോട് എല്ലാം തെറ്റി. ഫിസിക്സ്, മാത്സ്, എന്റെ ജീവിതം പഠിപ്പിക്കുമ്പോ മാത്രമേ ഉള്ളൂ മാത്സ് പറയുന്നത്, അല്ലാതെ ഒരു ഇതുമില്ല. മറ്റേ എന്താ ഭൂമിയുടെ സ്പന്ദനം മാത്സിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ആണ്, തീർച്ചയായിട്ടും ആണ്. അതെ. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.